രാത്രി 11 മണി ഫോൺ അടിക്കുന്നു. നോക്കുമ്പോൾ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ പറയുന്നു, എടാ ഒരു ചെറിയ ഹെൽപ്പ് വേണം, ഞാനൊരു ലോൺ എടുക്കുന്നുണ്ട്, നീ ഒന്ന് ജാമ്യം നിന്ന് തരണം. ഫോർമാലിറ്റി മാത്രമാണ്, പ്രോബ്ലം ഒന്നും വരില്ല. റിസ്ക് ആകും എന്ന് ഉള്ളിൽ തോന്നിയെങ്കിലും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വന്നത്, എടാ അതിനെന്താ, ഞാൻ നിന്നോളാം. എന്തുകൊണ്ടാണ് അകത്തുള്ള ഉത്തരവും പുറത്ത് വന്ന ഉത്തരവും രണ്ടായത്? ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നൈസായിട്ടുള്ള ഒരാളായതുകൊണ്ടല്ല, ഇതൊരു മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ കോസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഈ വീഡിയോ നല്ല മനുഷ്യനാകരുത് എന്ന് പറയാനുള്ളൊരു വീഡിയോ അല്ല, അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച ചില ഡെഫിനിഷൻസ് മാറ്റി എഴുതേണ്ട സമയം അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ വെൽക്കം ഹോം. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു ചാനലാണിത്. ഇപ്പോൾ ലക്ഷക്കണക്കിന് വീഡിയോസ് ഉള്ള യൂട്യൂബിൽ ഇനി നിങ്ങൾക്ക് എന്നെ മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളിൽ മിക്ക ആളുകളും വളർന്നു വന്നത് ഒരു ചിന്താഗതിയോടുകൂടിയാണ്, അതല്ലെങ്കിൽ ഒരു ബിലീഫോട് കൂടിയാണ്. നമ്മളൊരു നല്ല മനുഷ്യനായാൽ ആളുകൾ നമ്മളെ സ്നേഹിക്കും. ഞാനൊരു നല്ല മനുഷ്യനാണെങ്കിൽ ഓഫീസിൽ എനിക്ക് നല്ല പോലെ വളർച്ച ഉണ്ടാവും. ഇനി അതൊന്നുമല്ല, റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളൊരു നല്ല ആളാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ കുറച്ച് നാൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ജീവിതത്തിൻ്റെ റിയാലിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കാണാം അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. നൈസായിട്ടുള്ള ആളുകളല്ല ശരിക്കും ഹാപ്പിയും സക്സസ്ഫുള്ളുമായിട്ട് ജീവിക്കുന്നത് എന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഓഫീസിലുള്ള ഏറ്റവും നൈസ് ആയിട്ടുള്ള ആൾ എല്ലാ എക്സ്ട്രാ വർക്കുകൾ ഏറ്റെടുക്കുന്നു, ആരോടും നോ പറയാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ആ ആളിനാണോ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത്? ഇനി ഓഫീസ് പോട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു നല്ല ആൾ എന്നറിയപ്പെടുന്ന ഒരാൾ, എല്ലാവർക്കും പണം കടം കൊടുക്കുന്ന, എല്ലാവർക്കും ജാമ്യം നിൽക്കുന്ന ആൾ, ആരെന്ത് ചോദിച്ചാലും നോ പറയാതെ എടുത്ത് കൊടുക്കുന്ന ആൾ, ആ ആളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇന്ന് എന്താണ്? അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ ഒരേ പേരിട്ടാണ് വിളിക്കുന്നത്. ഒന്നാമത്തത് കൈൻഡ്നെസ് ആണ്, നന്മ. അത് സത്യം പറഞ്ഞാൽ ഒരു ചോയ്സ് ആണ്. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നാണ്, സ്ട്രെങ്ത്തിൽ നിന്നും വരുന്നതാണ്. രണ്ടാമത് നൈസ്നെസ്, അതും മറ്റൊരു ചോയ്സ് ആണ്. പക്ഷേ അതൊരു കമ്പൽഷനാണ്. ഞാൻ നോ പറഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അവരുടെ ഗുഡ് ബുക്കിൽ എനിക്ക് കയറി പറ്റാൻ സാധിച്ചില്ലെങ്കിലോ എന്ന ആ ഒരു ഭയത്തിൽ നിന്ന് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരുപോലെ ഇരിക്കും. രണ്ടുപേരും ആളുകളെ ഹെൽപ്പ് ചെയ്യും, രണ്ടുപേരും യെസ് പറയും. പക്ഷേ ഡിഫറൻസ് ഉള്ളിലാണ്. ഒരാൾ കൊടുക്കുന്നത് സന്തോഷത്തോടെയാണ്, മറ്റേ ആൾ കൊടുക്കുന്നത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കുറ്റബോധം താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്നെപ്പറ്റി എന്ന് കരുതും എന്ന ഒരു കാര്യം ആലോചിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തേത് നന്മയാണ്, രണ്ടാമത്തേത് ഒരു പ്രോബ്ലമാണ്. ഇനി നമ്മൾ ഇതിൽ ഏതിൽ പെടുന്ന ആളാണ് എന്ന് എങ്ങനെ തിരിച്ചറിയും? ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, അത് വീഡിയോയിൽ പിന്നീട് വരുന്നുണ്ട്, തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കുക. പക്ഷേ ആദ്യം ഒരു ചോദ്യം, ഈ പീപ്പിൾ പ്ലീസിങ് സ്വഭാവം നമുക്ക് എങ്ങനെ ഉണ്ടായി? അതായത് ആളുകളെ സന്തോഷിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് കാണുന്ന നമ്മുടെ ആ ഒരു സ്വഭാവം നമുക്ക് എങ്ങനെ ഉണ്ടായി? അത് ആക്ച്വലി നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സർവൈവൽ സ്ട്രാറ്റജിയാണ്. ഗേബർ മെറ്റെ എന്നൊരു ഫേമസ് ഫിസിഷ്യൻ ഉണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാകും. ട്രോമയെ പറ്റിയും അഡിക്ഷനെ പറ്റിയും ഒക്കെ ഡെപ്തിൽ പഠിച്ച ഒരാളാണ്. അദ്ദേഹം പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇതാണ്: ഒരു കുട്ടിക്ക് രണ്ട് ബേസിക് നീഡ്സ് ഉണ്ട്. ഒന്ന് അറ്റാച്ച്മെന്റ്, അതായത് പേരൻസിന്റെ സ്നേഹം, പ്രൊട്ടക്ഷൻ തുടങ്ങിയവ. ഇതില്ലാതെ കുട്ടിക്ക് സർവൈവ് ചെയ്യാനേ പറ്റില്ല. ഇനി രണ്ടാമതൊരു കാര്യമുള്ളത് ഒത്തൻറ്റിസിറ്റി, സ്വന്തമായിട്ട് ഉള്ളിലുള്ള ഫീലിങ്സ് ഓണസ്റ്റ് ആയിട്ട് പ്രകടിപ്പിക്കുക. അതാണ് ഈ ഒത്തൻറ്റിസിറ്റി എന്ന് പറയുന്നത്. എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുക. അങ്ങനെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണോ അത് അതേപോലെ ഓണസ്റ്റ് ആയിട്ട് പുറത്ത് പറയുക. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒത്തൻറ്റിസിറ്റി, രണ്ട് അറ്റാച്ച്മെന്റ്. ഇനി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു കുട്ടി ദേഷ്യം കാണിക്കുമ്പോൾ, അതല്ലെങ്കിൽ കരയുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്ന് പറയുമ്പോൾ പേരൻസിന്റെ മുഖം മാറുന്നു. മുഖം മാറുന്ന സമയത്ത് കുട്ടി റീഡ് ചെയ്യാൻ പോകുന്നത് എന്നോടുള്ള സ്നേഹം കുറയുന്നു എന്നായിരിക്കാം. അപ്പോൾ അനുസരണയുള്ള കുട്ടി ആയാൽ മതി എന്നൊരു മെസ്സേജ് ആയിരിക്കും ആ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ബ്രെയിൻ ഒരു കണക്ക് കൂട്ടും, എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഫീലിംഗ് ഞാൻ കാണിച്ചാൽ എന്നോടുള്ള സ്നേഹം പോകും. സോ ആ ഫീലിംഗ് ഒളിപ്പിച്ച് വയ്ക്കാം, എല്ലാവരെയും സന്തോഷിപ്പിക്കാം, അതാണ് സേഫ് എന്ന് കുട്ടിയുടെ ഉള്ളിൽ തോന്നും. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റും ഒതൻറ്റിസിറ്റിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് വരുന്ന സമയത്ത് ആ കുട്ടി എപ്പോഴും തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ അറ്റാച്ച്മെൻറ്റ് തന്നെ ആയിരിക്കും. കാരണം അതാണ് ആ കുട്ടിയുടെ സർവൈവൽ. അങ്ങനെ ആ കുട്ടി ഒരു സ്കില്ല് പഠിക്കുന്നു, സ്വന്തം ആവശ്യങ്ങളിനെ മ്യൂട്ട് ചെയ്ത് മറ്റുള്ളവരുടെ മൂഡിനെ നല്ലപോലെ സ്കാൻ ചെയ്ത് അതനുസരിച്ച് പെരുമാറുക, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കുക. അങ്ങനെ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ആ കുട്ടി എന്തായിരിക്കും വിളിക്കാൻ പോകുന്നത്? എന്തൊരു നല്ല കുട്ടിയെന്ന്. ആ കുട്ടി തന്നെ വളർന്ന് 30 വയസ്സാകുമ്പോൾ നമ്മളെ പോലെയുള്ള മനുഷ്യരായിട്ട് മാറും. ആ പഴയ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോസ് നമ്മളോട് അന്യായമായിട്ട് ഡെഡ് ലൈൻ തരുന്ന സമയത്ത് യെസ് സാർ ഞാൻ ചെയ്തോളാം എന്ന് പറയും. ഏതെങ്കിലും ഒരു റിലേറ്റീവോ ഫ്രണ്ടോ ആവശ്യമില്ലാത്ത നമ്മുടെ അടുത്ത് പണം ചോദിക്കുന്ന സമയത്ത് ഉള്ളിൽ നമുക്കറിയാം ആ പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതറിയാമെങ്കിലും
പിന്നെന്താ തരാമല്ലോ എന്ന് പറയും. ഇനി ഫ്രണ്ടിനോ ഏതെങ്കിലും ഒരു റിലേറ്റീവിനോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലോൺ എടുക്കുന്നതിനായിട്ട് ജാമ്യം ചോദിക്കുമ്പോൾ ഞാൻ നിന്നോളാം എന്നങ്ങ് പറയും. സത്യം പറഞ്ഞാൽ ഇത് നന്മയല്ല. ഇത് ആ 5 വയസ്സുള്ള കുട്ടി ഇപ്പോഴും ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടെസ്റ്റ് വരുന്നത്. നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് എന്താണ്? സന്തോഷമാണോ? അങ്ങനെയാണ് എങ്കിൽ അത് കൈൻഡ്നെസ് തന്നെയാണ്. റിസെന്റ്മെന്റ് ആണോ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എപ്പോഴും കൊടുക്കുന്നു, എനിക്ക് ആരും ഒന്നും തരുന്നില്ല, അങ്ങനെയുള്ള ഒരു കയ്പേറിയ തോന്നലാണോ ഉള്ളിൽ തോന്നുന്നത് എങ്കിൽ അത് പീപ്പിൾ പ്ലീസിങ് ആണ്. അത് നമുക്ക് കൈൻഡ്നെസ്സിന്റെ എനർജി തരുന്ന പോലെ തോന്നിയേക്കാം, പക്ഷെ ഒരിക്കലും കൈൻഡ്നെസ് തരുന്ന എനർജി അതിന് തരാൻ സാധിക്കില്ല. ഈ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത് എനർജി ഊറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് നേരം ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി, നമ്മളിൽ പല ആളുകളും പലതരത്തിലുള്ള ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ ടാക്സുകളൊക്കെ നമ്മുടെ ടാക്സ് അക്കൗണ്ടന്റുകളും നമ്മുടെ ഗവൺമെന്റുകളും പേപ്പറിലും ഇന്റർനെറ്റിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ നൈസ് ആവുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ പീപ്പിൾ പ്ലീസ് ചെയ്യുന്നത് കൊണ്ടോ നമുക്ക് വരുന്ന ആ ഒരു വലിയ നഷ്ടം, അതല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആരും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അതിനെ വിളിക്കുന്നത് തന്നെ നല്ലവൻ ടാക്സ് എന്നാണ്. ഒന്നാമത്തെ ഐറ്റം, നമ്മൾ ജാമ്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇത് പലർക്കും അറിയാത്ത ഒരു ലീഗൽ ഫാക്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇങ്ങനെ ജാമ്യത്തിൽ പെട്ട് ഫിനാൻഷ്യൽ ക്രൈസിസിൽ കയറിപ്പോയ ഒരാളെ അറിയാമായിരിക്കും. എനിക്ക് വളരെ വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്. ഇന്ത്യയുടെ നിയമപ്രകാരം ഒരു ലോണിന് ഗ്യാരണ്ടറായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലയബിലിറ്റി ബോറോവറിൻ്റെ അതേ ലയബിലിറ്റിയാണ്. അതായത് ആ കടമെടുത്ത ആളുടെ അത്രത്തോളം ലയബിലിറ്റി നമുക്ക് ഉണ്ട് എന്നർത്ഥം. അപ്പം നമ്മളോട് വിളിച്ചിട്ട് അത് പ്രശ്നമൊന്നുമില്ല, ഇത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതങ്ങനെയല്ല. ആ കടം മേടിച്ച ആൾ ആ പൈസ കൃത്യമായിട്ട് ബാങ്കിന് തിരിച്ചു കൊടുത്തില്ല എങ്കിൽ ബാങ്കിന് നേരിട്ട് നമ്മുടെ പുറകെ വരാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. വേണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വരെ ബാങ്കിന് അറ്റാച്ച് ചെയ്യാൻ സാധിച്ചേക്കാം. ഇതൊന്നുമല്ല, ആ ലോൺ നമ്മുടെ സിബിൽ സ്കോറിനെയും സിബിൽ റിപ്പോർട്ടിനെയും ഒക്കെ ബാധിക്കും. നമ്മുടെ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ അവർ ഒരു EMI മിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെയാണ് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നാളെ നമ്മളൊരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ പ്രോപ്പറായിട്ട് ലോൺ കിട്ടില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലോൺ എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്കിന് ജീവിതകാലം മുഴുവൻ നമ്മൾ ബാങ്കിന് എക്സ്ട്രാ പേ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയും വന്നേക്കാം. കേരളത്തിൽ എത്രത്തോളം ഫാമിലീസ് ആണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ വേറൊരാളുടെ ലോൺ കാരണം ഇങ്ങനെ ബാങ്കിന് പണം അടച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലെ ഒരു കേസ് എങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ഐറ്റമാണ് സാലറി. ഈ നോ പറയാൻ പറ്റാത്ത ആളുകൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഒരു ഇലസ്ട്രേറ്റീവ് ആയിട്ടുള്ള കണക്ക് ഞാൻ പറയാം. ഇത് എക്സാമ്പിൾ ആണ്, എക്സാക്ട് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുമല്ല. ഒരാൾ അയാളുടെ 30ാമത്തെ വയസ്സിൽ സാലറി നെഗോഷിയേറ്റ് ഒന്നും ചെയ്യാതെ 3 ലക്ഷം പെർ ഇയർ കുറവായിട്ടുള്ളൊരു സാലറി വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന് കരുതുക. സത്യം പറഞ്ഞാൽ ആ ഗ്യാപ്പ് ഓരോ ഇൻക്രിമെന്റിലും കോമ്പൗണ്ട് ആയിക്കൊണ്ടേയിരിക്കും. 25 വർഷത്തെ കരിയറിൽ ആ ചോദിക്കാൻ മടി, അതല്ലെങ്കിൽ ആ നെഗോഷിയേറ്റ് ചെയ്യാൻ മടിയുള്ള ഒരാൾക്ക് നഷ്ടമായത് കോടികൾക്ക് മുകളിലായിരിക്കാം. ചിലപ്പോൾ ഒരു ഫ്ലാറ്റിന്റെ വിലയായിരിക്കും അദ്ദേഹത്തിന് 20 വർഷം കൊണ്ട് നഷ്ടമായത്. ഇനി മൂന്നാമത്തെ ഐറ്റമാണ് ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ചറിന്റെ തന്നെ വെൻ ദ ബോഡി സേസ് നോ എന്നൊരു പുസ്തകത്തിന്റെ മുഴുവൻ ആർഗ്യുമെന്റും ഈ കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ ക്രോണിക്കായിട്ട് സപ്രസ് ചെയ്യുന്ന ആളുകളിൽ, അതല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളുകളിൽ, ഇതിലൊക്കെ പെടുന്ന ആളുകൾക്ക് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൽനെസ്സിൻ്റെ റിസ്ക്കും കൂടുതലാണ്. അതായത് നമ്മൾ പറയണമെന്ന് വെച്ച നോ അത് നമ്മുടെ ഉള്ളിൽ എവിടെയോ തങ്ങിക്കിടപ്പുണ്ട്. അത് സ്ട്രെസ്സായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഭാവിയിൽ ഒരു ശരിക്കുള്ള ഒരു അസുഖമായിട്ട് തന്നെ മാറാനുള്ള ചാൻസസും ഉണ്ട്. ഞാൻ വലിയ ആത്മീയതയൊന്നും അല്ല പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹൈഡ് ചെയ്തു വെച്ച ആ ഒരു നോ കാരണം നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് നമുക്ക് കൂടുതൽ മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കാരണം കേരളത്തിൽ ഈ പ്രോബ്ലത്തിന് ഒരു എക്സ്ട്രാ ലെയറും കൂടിയുണ്ട്. കാരണം എന്താണ്? നമ്മുടെ കൾച്ചറിൽ ഈ നല്ലവനാകുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഫുൾ ടൈം ജോബ് തന്നെയാണ്. നമ്മളെപ്പോഴും മലയാള സിനിമയിലെ പല ക്യാരക്ടറുകളെയും എത്ര തവണ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. ത്യാഗിയായ ഒരു ചേട്ടൻ, അല്ലെങ്കിൽ ത്യാഗിയായ ഒരു അച്ഛൻ, സ്വന്തം ജീവിതം വരെ മാറ്റിവെച്ച് അനിയന്മാരെ പഠിപ്പിച്ച് പെങ്ങൾമാരെ കെട്ടിച്ച് അവസാനം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ. അത് എന്തോ ഒരു വലിയ ത്യാഗമായിട്ടും എന്തോ ഒരു വലിയ സംഭവമായിട്ടും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് സിനിമകളിൽ ഇത് കാണാറില്ല. പക്ഷേ ഈ വിവരക്കേട് ഇന്നും തലയിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ഷോർട്ട് ഫിലിമുകളും ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സിനെയൊക്കെ നമുക്ക് ഇന്നും കാണാം. ത്യാഗം ചെയ്യുന്ന ആളെ ആദ്യം ഇങ്ങനെ ചവിട്ടി അരയ്ക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ അവർ ആ ഷോർട്ട് ഫിലിം ഇട്ട് വെച്ചിരിക്കുന്നത്. അവരെല്ലാം ഫോളോ ചെയ്യാൻ പോകുന്നത് ഈ ഒരൊറ്റ പാറ്റേൺ തന്നെയാണ്. പക്ഷേ അതിന്റെ സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്തേക്ക് വലിയ ഒരു കംബാക്ക് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. റിവെഞ്ച് മോഡൊക്കെ ആക്ടിവേറ്റ് ആവും. അതായത് വേണ്ട എന്ന് വെച്ച് പോയ പെണ്ണ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ചെറുക്കന്റെ വില അറിഞ്ഞ് തിരികെ വരുന്നതായിട്ട്, വീട്ടിലെ അച്ഛൻ്റെയോ ആങ്ങളയുടെയോ ഒക്കെ ത്യാഗം മനസ്സിലാക്കി തിരികെ വരുന്ന വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ ഒരു കഥ. അങ്ങനെ കുറേ നമുക്ക് കാണാം. പക്ഷേ ഈ ടെംപ്ലേറ്റ് ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോഴും ഹിറ്റ് ആവുന്നതിന്റെ കാരണം എന്താണ്? കാരണം ഇതൊന്നും റിയൽ ലൈഫിൽ
നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരും നമ്മുടെ ത്യാഗം ഒന്നും കണ്ട് തിരിച്ചു വന്ന് അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നിന്ന് കുമ്പിടാൻ പോകുന്നില്ല. അങ്ങനെ റിയൽ ലൈഫിൽ നിങ്ങളുടെ മുന്നിൽ സംഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അത് തന്നെയാണ് ഈ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെ നോ പറയാൻ മടിച്ച് എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് എല്ലാ കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കും. അവർക്ക് തിരിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും റിയൽ ലൈഫിൽ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ അവരുടെ റിയൽ ലൈഫിൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ റീലിലെങ്കിലും കാണുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം മാത്രമാണ് അവിടെ വ്യൂസ് ആയിട്ട് മാറുന്നത്. ഇതിൻ്റെ ഒക്കെ മുകളിൽ ചുറ്റുമുള്ള ആളുകളുടെ എല്ലാം ഇടയിൽ ഒരു നല്ല ആളായി അറിയപ്പെടുക എന്നത് എല്ലാവരും വലിയൊരു സംഭവമായിട്ടാണ് കരുതുന്നത്. ഈ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് അറ്റാച്ച് ആയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കൾച്ചറലി നമ്മളെല്ലാവരും എടുത്തു വെച്ച് കൊടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ആളുകളോടും മിണ്ടുക, എല്ലാ ആളുകളോടും നൈസായിട്ട് പെരുമാറുക, എല്ലാവരോടും കൈ കാണിച്ച് ഓടിപ്പോയി സംസാരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇനിയാണ് ഈ വീഡിയോയിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. 2 ഐഡിയാസ്. രണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഒന്നാമത്തേത്, നമ്മൾ നന്നായിട്ട് പെരുമാറുക എന്നത് മറ്റുള്ളവരോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, അത് നമ്മൾ സെൽഫിഷ് ആയതുകൊണ്ടാണ്. ഞെട്ടണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരാളോട് യെസ് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നോ ആയിരിക്കും നമുക്ക് പറയാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ നമുക്കത് പറയാൻ പറ്റുന്നില്ല. നമ്മൾ യെസ് പറയുന്നു. നമ്മൾ ശരിക്കും ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മൾ അവരെ അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഇമേജിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ നല്ലവനാണ് എന്നുള്ള ആ ഒരു ഇമേജിനെ. ആ കോൺഫ്ലിക്റ്റിന്റെ ഡിസ്കംഫർട്ടിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളുടെ ആ നല്ല ഇമേജ് രക്ഷിക്കാനായിട്ട് എടുക്കുന്ന ഒരു സെൽഫിഷ് ആയിട്ടുള്ള തീരുമാനം മാത്രമാണത്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ വിക്ടിം ആരാണ്? അത് നമ്മളല്ല, മറ്റേ ആളാണ്. കാരണം നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ, നമ്മൾ എപ്പോഴും യെസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ട് എങ്കിൽ ഒരിക്കലും അവരുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഉള്ളിൽ ആ റിസെൻറ്റ്മെൻറ്റ് ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും കൂട്ടി വയ്ക്കും. എന്നിട്ട് ഒരു ദിവസം നമ്മൾ സൈലൻ്റായി അങ്ങ് ഡിസപ്പിയർ ചെയ്യും. അവർ വിളിക്കുന്ന കോളുകൾ എടുക്കില്ല, അവരോട് നമ്മൾ റിപ്ലൈ ചെയ്യില്ല, നമ്മൾ അവരുടെ ബന്ധം അങ്ങ് കട്ട് ചെയ്യും. മറ്റേ ആൾ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. എന്ത് പറ്റി? ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താണ് അവൻ എന്നോട് സംസാരിക്കാത്തത് എന്നൊക്കെ അവർ ചിന്തിക്കും. പ്രശ്നം ശരിക്കും ഉണ്ടായിരുന്നു, നമ്മൾ അത് പറഞ്ഞില്ല എന്ന് മാത്രം. അവർക്ക് അവർ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് പോലും നമ്മൾ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എനിക്കിത് ഇഷ്ടമല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന ആ ആൾ സത്യത്തിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ റിസർച്ച്. ആഡം ഗ്രാൻഡ് എന്ന വാർട്ടൺ പ്രൊഫസർ ഓർഗനൈസേഷണൽ സൈക്കോളജിയിലെ ടോപ്പ് റിസർച്ചേഴ്സിൽ ഒരാളാണ്. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഒരു മാസീവ് ആയിട്ടുള്ള ഫൈൻഡിങ് പറയുന്നുണ്ട്. നമ്മൾ സക്സസ് ലാഡർ എടുത്തു നോക്കിയാൽ അതിന്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകൾ ആരാണ് എന്നറിയാമോ? ഗിവേഴ്സ്, അതായത് കൊടുക്കുന്ന ആളുകൾ. ഇത് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാം, അതായത് കയ്യിലിരിക്കുന്ന എല്ലാം എടുത്ത് കൊടുക്കുന്ന ആളുകളായിരിക്കാം. സക്സസിൻ്റെ ഒരു ലാഡർ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്നത്, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ലാഡറിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സെറ്റ് ഓഫ് ആളുകൾ ആരാണ് എന്നറിയാമോ? അതും ഗിവേഴ്സ് തന്നെയാണ്. സെയിം ക്വാളിറ്റി, രണ്ടു കൂട്ടരും സെയിം ക്വാളിറ്റി ഉള്ള ഒരേ കൂട്ടർ, താഴെയും ഏറ്റവും ടോപ്പിൽ. പക്ഷേ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഏറ്റവും താഴെയുള്ള ഗിവേഴ്സ് എന്ന് പറയുന്നത് സെൽഫ്ലെസ് ആയിട്ടുള്ള ഗിവേഴ്സ് ആണ്. ആർക്കും എന്തും എപ്പോഴും ബൗണ്ടറീസ് ഇല്ലാതെ എടുത്തങ്ങ് കൊടുക്കും. അവരെ ടേക്കേഴ്സ് ശരിക്കും ഊറ്റിയെടുക്കും. പക്ഷേ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഗിവേഴ്സ്, ഗ്രാൻഡ് അവരെ വിളിക്കുന്നത് അതറിഷ് ഗിവേഴ്സ് എന്നാണ്. അവരും സത്യം പറഞ്ഞാൽ വളരെ ജനറസ് ആയിട്ട് ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് ബൗണ്ടറീസ് ഉണ്ട്. ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര കൊടുക്കണം എന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. അത് ചൂസ് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, അവർ ആ ടേക്കേഴ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ലിമിറ്റ് ചെയ്യും. സോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ജനറോസിറ്റി, അതായത് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമ്മൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ ജനറോസിറ്റിക്ക് നമ്മളൊരു ബ്രെയിൻ ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. നമ്മുടെ നന്മ ഒരു ATM മെഷീൻ ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്മ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആകണം. നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് പോകുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താൽ തിരിച്ചു കിട്ടണം എന്നുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നമ്മുടെ മനസ്സമാധാനത്തിനും കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പാർട്ടും കൂടെ ഞാൻ പറയാം. ഇങ്ങനെ ഒരുപാട് ഓപ്പൺ ആയിട്ട് ഒരാളോട് നോ പറയാതെ യെസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നാളെ തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ പോസ് റൂൾ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് യെസ് പറയണമെന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് ലൈൻ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് കുറച്ച് സമയം തരും, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആ ഗ്യാപ്പിൽ നമ്മുടെ തിങ്കിങ് ബ്രെയിനിന് വോട്ട് ചെയ്യാനുള്ള സമയം കിട്ടും. ഇത് ചെയ്യണോ വേണ്ടയോ
പറയേണ്ടയോ എന്നുള്ള കാര്യം. ഈ പീപ്പിൾ പ്ലീസിങ് മുഴുവൻ നടക്കുന്നത് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ്. പെട്ടെന്ന് കയറി യെസ് പറയുമ്പോഴാണ്. ആ മൊമെന്റ് കടന്നു കഴിഞ്ഞാൽ പകുതി ബാറ്റിൽ നമ്മൾ ജയിച്ചു. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദ മണി റൂൾ. പണത്തിന്റെ കാര്യത്തിൽ ഒരൊറ്റ റൂള് മാത്രമേ ഉള്ളൂ. തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള എമൗണ്ട് മാത്രം കൊടുക്കുക. ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന പണം കൊടുക്കുക. മെന്റലി തന്നെ അതൊരു ഗിഫ്റ്റ് ആയിട്ട് കണക്കാക്കുക. അത് തിരിച്ചു കിട്ടിയാൽ ബോണസ്, തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തത് ജാമ്യം. സ്വന്തം സ്പൗസിനോ പാരൻസിനോ അല്ലാതെ വേറെ ഒരാൾക്കും ജാമ്യം നിൽക്കരുത് എന്നാണ് ഫിനാൻഷ്യൽ റൂൾ പറയുന്നത്. അത് വെറും ഒരു ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലുള്ള സെക്ഷൻ 128 ഒന്ന് ഓർക്കുക. ഈ സ്പൗസും പാരൻസും എന്ന് പറയുന്നത് ഒരു ജനറിക് റൂളാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആർക്കൊക്കെ നിൽക്കാം എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. 3 നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഓണസ്റ്റ് ആ പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് റൂഡാകാതെ, നോ പറയാനായിട്ട് കള്ളത്തരങ്ങളും കാരണങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാതെ ഓണസ്റ്റ് ആവാൻ ശ്രമിക്കുക. മറ്റൊരു ഓൾട്ടർനേറ്റീവ് കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. എനിക്ക് ഈ വീക്കെൻഡ് പറ്റില്ല, പക്ഷേ അടുത്ത വീക്കെൻഡ് വേണമെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ ഞാൻ വരാം. അങ്ങനെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ റൂഡാകാതെ നല്ലപോലെ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി 4ാമത് ഒരു നോ ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മളൊരു പേപ്പർ എടുത്ത് വെച്ച് എഴുതുക. കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ അങ്ങനെ നോ ആയിട്ടും യെസ് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന്. ഓരോന്നിൻ്റെയും കോസ്റ്റ് ടൈമിൽ എഴുതുക, പണത്തിൽ എഴുതുക, മൂഡിൽ എഴുതുക. നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് എത്ര സമയമാണ് ചിലവാക്കിയത്, എത്ര പണമാണ് ചിലവാക്കിയത്, എത്ര മെൻ്റൽ സ്ട്രെയിൻ ആണ് നമ്മൾ അതിനുവേണ്ടി ചിലവാക്കിയത് എന്നെല്ലാം ഒന്ന് എഴുതുക. ആ ലിസ്റ്റാണ് നമ്മുടെ പേഴ്സണൽ നല്ലവൻ ടാക്സ്. അത് നമ്മുടെ മുന്നോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ ചേഞ്ച് നമ്മൾ ചെയ്തു തുടങ്ങും. പക്ഷേ ഇവിടെ ചെറിയൊരു വാണിംഗ് ഉണ്ട്. നമ്മളങ്ങനെ ബൗണ്ടറീസ് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് ചില ആളുകൾ നമ്മളോട് ദേഷ്യം കാണിച്ചേക്കാം. സത്യം പറഞ്ഞാൽ അതൊരു നല്ല സൈനാണ്. കാരണം എന്താണ്? നമ്മൾ പഴയ പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീ സർവീസ് കൊടുക്കുന്നില്ല എന്നും ബെനിഫിഷ്യറീസിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മാത്രമാണ് കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ചില ആൾക്കുണ്ടാകുന്ന ദേഷ്യമാണ്. നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യും. ചില ആളുകൾ നമ്മളെ കൂടുതൽ റെസ്പെക്ട് ചെയ്യും. നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ചിലപ്പോൾ ഒരുപാട് ദേഷ്യം വന്നേക്കാം, ചിലപ്പോൾ അവർ വിട്ടുപോയി എന്നും വരാം. അത് ഇതിൻ്റെ ഒരു കോസ്റ്റ് ആയിട്ട് മാത്രം കാണുക. അപ്പോൾ ഈ വീഡിയോയുടെ ഹോൾ പോയിന്റ് നിങ്ങൾ ഒരിക്കലും ഒരു നല്ലവനാകരുത് എന്നതായിരുന്നില്ല. കുറച്ച് പേരെങ്കിലും അങ്ങനെ തെറ്റായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കാണുക. ശരിക്കും ഇവിടെ പറയുന്ന ഒരേ ഒരു പോയിന്റ്, നന്മ അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഭയത്തിൽ നിന്ന് വരുന്ന കാര്യമല്ല. അത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. ആ ചോയ്സിന് പലപ്പോഴും ബൗണ്ടറീസ് വേണം, ഡയറക്ഷൻസ് വേണം, നമ്മളതിൽ ഓണസ്റ്റും ആയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പീപ്പിൾ പ്ലീസിങ്ങോ ബീയിങ് നൈസോ പോലെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഇമോഷൻ മാത്രമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ജേർണി ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നടന്നില്ല എന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അങ്ങനെ ഒരു പീപ്പിൾ പ്ലീസർ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി ഞാൻ പറഞ്ഞ ആ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഒക്കെ ഉപയോഗിച്ച് ഓണസ്റ്റ് ആയിട്ട് പെരുമാറുന്ന ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക. ഞാനും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെ എന്നോട് പറയാം. ആ കാര്യങ്ങൾ താഴെ ഡിസ്കസ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും താഴെ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.